കണ്ണൂരിൽ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നാടകീയ രംഗങ്ങൾ തുടരുകയാണ്. മാനദണ്ഡം പാലിക്കാതെയാണ് അറസ്റ്റെന്ന് ചൂണ്ടിക്കാട്ടി കോടതി വിട്ടയച്ച ഡോക്ടർ റാമിനെ കോടതിക്ക് പുറത്തുവെച്ച് പോലീസ് വീണ്ടും കസ്റ്റഡിയിലെടുത്തു. ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തുവെന്ന് അഭിഭാഷകനും കുടുംബവും. The Principal District and Sessions Court declared that the arrest of Dr. Ram is illegal and not legally binding. The arresting officer did not follow the guidelines set by the Honorable Supreme Court of India. So right now this arrest is totally invalid. So he is released forthwith. ഇവിടെ കോർട്ടിൽ നിന്ന് 2-3 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞ് റിലീസായി അപ്പം മീഡിയ ഒക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിന് തീരെ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാനും എൻ്റെ സിസ്റ്ററും കൂടി മെല്ലനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാറിന് നമ്മൾ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞു, കാറിലിരുത്താൻ വേണ്ടി. നടന്ന് ഇവിടെ വരെ പുറത്ത് വരെ വരാൻ പറ്റില്ല. അപ്പോൾ ഉള്ളിൽ തന്നെ കോടതിൻ്റെ ഉള്ള ആ ടേണിങ് കഴിഞ്ഞ അപ്പാട് എൻ്റെ കൈ പെട്ടെന്ന് ഇങ്ങനെ ആരോ തട്ടി മാറ്റി പിടിച്ച് വലിച്ചു ഇവരെ. അപ്പോൾ നോക്കുമ്പോൾ DYSP ആയിരുന്നു. എനിക്ക് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, സർ തീരെ നടക്കാൻ പറ്റുന്നില്ല, കോടതി ഇപ്പോൾ വിട്ടതല്ലേ, അല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈയൊക്കെ തട്ടി മാറ്റി പിടിച്ച് വലിച്ച് കാറിലിരുന്ന് 2-3 പോലീസും കാറിലിരുന്ന് കൊണ്ടുപോയി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ 2 ലേഡീസ് മാത്രമായിരുന്നു, ആണുങ്ങളൊക്കെ ബാക്കോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ കല്യാടാണ് ഈ വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഡോക്ടർ റാമിനെ കസ്റ്റഡിയിലെടുത്തത് നാടകീയമായിട്ടാണ്, കുടകിൽ നിന്നാണ്. 100 ദിവസം കഴിഞ്ഞാണ് ഈ റാമിനെ കസ്റ്റഡിയിലെടുക്കുന്നത് അർജുൻ കല്യാട് പോലീസ്. എന്നിട്ടും ആ സമയത്ത് തന്നെ നടപടിക്രമങ്ങൾ പാലിക്കാതെ അറസ്റ്റ് ചെയ്തുവെന്നാണ് കോടതി കണ്ടെത്തിയത്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് തന്നെ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് കരുതി കോടതി തന്നെ വിട്ടയച്ചതാണ് റാമിനെ. കോടതി വിട്ടയച്ച റാമിനെ ഇനി കോടതിയിൽ ഒരു നോട്ടീസ് നൽകി മാത്രം അറസ്റ്റ് ചെയ്യേണ്ട റാമിനെ കോടതിയുടെ പരിസരത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്തിനാണ്? അത് നടപടിക്രമങ്ങൾ പാലിച്ചാണോ? നാടകീയ സംഭവങ്ങൾ ആണിപ്പോൾ നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഡോക്ടർ റാം ഇപ്പോൾ എവിടെയുണ്ടെന്ന് മനസ്സിലായോ അർജുൻ കല്യാൺ? ഡോക്ടർ അരുൺ, ഇപ്പോൾ എന്തായാലും കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കാണ് ഡോക്ടർ റാമിനെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കോടതിയിൽ ഇന്ന് നടന്നത് നാടകീയമായിട്ടുള്ള ചില രംഗങ്ങളായിരുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനമായി കാണേണ്ടുന്നത് വൈകുന്നേരം 4:30 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിലേക്ക് ഈ വൈദ്യപരിശോധനക്കൊക്കെ ശേഷം കോടതിയിലേക്ക് ഹാജരാക്കുന്നത്. ആ സമയത്ത് ജഡ്ജി ഈ പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകർ ഈ ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ്, അതായത് ഒരു പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ എന്തിനു വേണ്ടി അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയാണ് അറസ്റ്റ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി കോടതിയിൽ ബോധിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ കാരണങ്ങൾ കൃത്യമായി അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. ആ വാദം അംഗീകരിച്ച് കോടതി ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. അതായത് ഡോക്ടർ റാമിനെ വിട്ടയക്കാൻ വേണ്ടി കോടതി അറസ്റ്റ് അല്ലെങ്കിൽ റിമാൻഡിലാക്കാതെ വിട്ടയക്കുന്ന നടപടിയാണ് കോടതി സ്വീകരിച്ചത്. അതിനുശേഷം ഡോക്ടർ റാമും അഭിഭാഷകരുമൊക്കെ കോടതിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ഘട്ടത്തിൽ അഭിഭാഷകരെല്ലാവരും മാധ്യമങ്ങളോട് പ്രതികരണം നടത്തുമ്പോൾ മറ്റു കുടുംബാംഗങ്ങളും ഡോക്ടർ റാമും കോടതിയിൽ നിന്നും മറ്റൊരു ഭാഗത്തുകൂടെ അവരുടെ വാഹനം നിർത്തിയിരുന്ന സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. ആ സമയത്താണ് പോലീസ് ഇവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നും മോചിപ്പിച്ച് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നത്. അതിനുശേഷം വലിയ രീതിയിലുള്ള നാടകീയ സംഭവങ്ങൾ ഈ കുടുംബാംഗങ്ങളും അഭിഭാഷകരും ഒക്കെ ചേർന്ന് നേരെ ജഡ്ജിയുടെ ചേംബറിലേക്ക് ജഡ്ജിയെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു. പക്ഷേ അത് നടക്കാതെ വരുന്നു. കാരണം ആ സമയമാകുമ്പോഴേക്കും ജഡ്ജി കോടതിയിൽ നിന്നും മടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഈ പോലീസുമായി എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ട് വളരെ വൈകാരികമായ രീതിയിൽ ഈ കുടുംബം പോലീസിനോട് കയർക്കുന്ന സാഹചര്യമുണ്ടായി. കൂടുതൽ പോലീസ് സേനാംഗങ്ങൾ, അതായത് അവിടെയുള്ള പോലീസ് സ്ട്രൈക്കർമാർ കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നു. ഈ കുടുംബാംഗങ്ങളെയും മാധ്യമങ്ങളെയും ഒക്കെ കോടതിയുടെ പരിസരത്ത് നിന്നും മാറ്റുന്നു. ആ സമയത്താണ് പിന്നീട് ഈ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന സുധീർ കല്യാൺ ക്രൈംബ്രാഞ്ച് DYSP ഈ സ്ഥലത്തേക്കെത്തി കുടുംബാംഗങ്ങളോട് സംസാരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഈ കുടുംബാംഗങ്ങളെയും ഡോക്ടർ റാമിൻ്റെ സഹോദരനെയും ഈ വാഹനത്തിൽ DYSP വാഹനത്തിൽ കയറ്റി നേരെ കൊണ്ടുപോയി ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചു. ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും നാടകീയമായിട്ടുള്ള ചില സംഭവങ്ങളാണ് ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിഭാഷകർ ഉൾപ്പെടെ ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കും. അതായത് മേൽക്കോടതിയെ ഉൾപ്പെടെ സമീപിക്കും. ഇത് കോടതി അലക്ഷ്യമാണ് എന്നുള്ള കാര്യമാണ് അഭിഭാഷകർ വ്യക്തമാക്കുന്നത്. അതിന്റെ തുടർ നടപടികൾ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. എന്താണ്
പോലീസ് ഇങ്ങനെ പെരുമാറുന്നത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. വളരെ വിവാദമായ ഒരു കേസാണ്. സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ വിമർശനം നേരിട്ടൊരു കേസാണ്. ഈ കേസിൽ കോടതി മിനിമം ഒരു ധാരണയുണ്ടാവേണ്ടേ? ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട മിനിമം നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നാണ് കോടതി കണ്ടെത്തി എൻ റാമിനെ മോചിപ്പിച്ചത്. അതിനുശേഷമാണ് വീണ്ടും എൻ റാമിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലുണ്ട്.